ഈ ആഫ്രിക്കയിലും ഒക്കെ പോകുന്ന ഒരാൾക്ക് അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ ഈ ആക്ഷേപം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ടിക്കറ്റ് കൊടുത്തു എന്നൊരു സംഭവം ഉണ്ട്. അത് CPM-ന്റെ ഭാഗത്തുണ്ടായ ഒരു ഭാഗപ്പഴയല്ലേ? അല്ല, അദ്ദേഹത്തോട് ഇങ്ങനെ നാട്ടിലുണ്ടാവണം എന്ന് നമ്മൾ നിരന്തരം പറയുകയും തിരുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തത്. അതാ പറഞ്ഞല്ലോ, അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള പരിമിതികളും വീഴ്ചകളും പരിഹരിച്ച് കൂടുതൽ ചടുലമായി ഇടപെടും എന്നുള്ള പ്രതീക്ഷയിലേക്ക് കൊടുത്തു. അദ്ദേഹം പറയുന്നത് അതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നാൽ അവിടെയുള്ള പാർട്ടി വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് കൊടുത്തു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒരു നേതാക്കളും അങ്ങോട്ട് വരാതെ ജില്ലാ സെക്രട്ടറി തടഞ്ഞു എന്നാണ്, തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയല്ലേ. അദ്ദേഹത്തിന് നന്നായി അദ്ദേഹം പാർട്ടിക്കെതിരെ നിരന്തരം പറഞ്ഞപ്പോൾ ഞങ്ങളാരും പ്രതികരിച്ചിട്ടില്ല. ഒരു സ്വതന്ത്രൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയൊക്കെ മാനിച്ച് അദ്ദേഹത്തോട് സൗമ്യമായി തിരുത്തണം, ഇത് ശരിയല്ല, ഇത് എതിരാളികൾക്ക് ആയുധം ഉണ്ടാക്കി കൊടുക്കരുത്, നിങ്ങളുടെ തെളിവുകളും നിങ്ങളുടെ ആക്ഷേപങ്ങളും ഒക്കെ മുഖ്യമന്ത്രിക്ക് കൊടുക്കും, അതാണ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം ഏതാണ്ട് പാർട്ടിയെ വലിയ തോതിൽ വെല്ലുവിളിച്ച് രംഗത്ത് വരുമ്പോൾ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതിൻ്റെ ബാധ്യത എന്താ? പാർട്ടിയെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലേ? പാർട്ടിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം ദിവസവും ഓരോന്ന് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് വസ്തുതാവിരുദ്ധമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു ജനപ്രതിനിധി ആ രൂപത്തിൽ ഒരു ഭരണകക്ഷി MLA വരുമ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കേണ്ട ബാധ്യതയുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം അദ്ദേഹത്തെ നന്നായി അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അത് നല്ല അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു 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 പ്രതികരണമാണ് അദ്ദേഹം ഇന്ന് എനിക്കെതിരായി നടത്തിയിട്ടുള്ളത്. ഞാൻ RSS ആണ്, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണോ എനിക്ക്? എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നേരിട്ട് അറിയാവുന്ന ഒരാളാണ് മലപ്പുറം ജില്ലയിലുള്ളവർ. EN മോഹൻദാസിനെ അറിയാത്തവരല്ലല്ലോ മലപ്പുറം ജില്ലയിലുള്ളവർ. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം ഞാൻ RSS ആണ്, വർഗീയവാദിയാണ്, മുസ്ലിം വിരുദ്ധനാണ്, ഏതെങ്കിലും മതവിശ്വാസി അദ്ദേഹമല്ലാതെ മറ്റാരെങ്കിലും പറയുമോ? ഏതെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളാണെങ്കിൽ പോലും ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാവോ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനോ EN മോഹൻദാസിനെതിരെ ഞാൻ RSS ആണ്, ഞാൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് ആക്ഷേപിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ പ്രവർത്തകന്മാർ, ലീഗിൻ്റെ പ്രവർത്തകന്മാർ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ലീഗിൻ്റെ പ്രവർത്തകന്മാർ വരെ നിരന്തരം വിളിയാണ് എൻ്റെ നാട്ടിൽ നിന്ന് വന്നത്. അതിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. എന്താണ് ഈ കേൾക്കുന്നത്? അവർ പറഞ്ഞ ഇതൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഈ കേൾക്കുന്നത്? എന്താണൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് നിങ്ങളെ പറ്റി? ഞാൻ കഴിഞ്ഞ 1900